തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തീപിടുത്തം. ഇന്ന് പുലർച്ചെയോടെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തീ പടർന്നത്. അഗ്നിശമന സേനാ കേന്ദ്രത്തിൽ നിന്നുള്ള യൂണിറ്റുകളെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. സാരംഗ് PS തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സാരംഗ്, എന്താണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തത്തിലേക്ക് കാരണമായി പറയുന്നത്? തീ നിയന്ത്രണ വിധേയമാണോ? നിലവിൽ ട്രെയിൻ ഗതാഗതത്തെ ഇത് ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? ജിനിഷ, ഇന്ന് പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം രണ്ടാം പ്ലാറ്റ്ഫോമിനടുത്തുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു ഷെഡിൽ, അതൊരു വലിയ ഷെഡാണ്, ഈ ഷെഡിന് തീ പിടിക്കുന്നത്. അത് ബൈക്കിനാണ്, അതായത് അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ബൈക്കിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് നിലവിൽ പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ ബൈക്കിൽ നിന്ന് പടർന്ന തീ മറ്റു ബൈക്കുകളിലേക്ക് പടരുകയും ആ തകര ഷീറ്റ് ഉൾപ്പെടെ കത്തി ആളുകയുമാണ് ഉണ്ടായത്. സംഭവം അറിഞ്ഞതോടുകൂടി തന്നെ ഈ തൃശൂർ അഗ്നിരക്ഷാ സേനയിലെ 3 യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തീ ഭാഗികമായിട്ട് അണച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ കത്തിപ്പടർന്ന തീ നിയന്ത്രണ വിധേയമാണ്. അതേസമയം മറ്റ് ആളപായമോ അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളോ ഇല്ല. പക്ഷെ ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന ഈ ഷെഡിന് തീപിടിച്ചത് കൊണ്ട് തന്നെ നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. മറ്റ് ആളപായങ്ങളില്ല, അല്ലെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് പടരുകയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള സംഭവമില്ല. എങ്കിൽ പോലും ഈ ബൈക്കുകൾ വലിയ രീതിയിൽ കത്തി നശിച്ചു. ഏതാണ്ട് 600ഓളം ബൈക്കുകൾ ഈ ഷെഡിനകത്ത് പാർക്ക് ചെയ്തിരുന്നു എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഈ ബൈക്കുകൾ കത്തിയതോടുകൂടി വലിയ രീതിയിൽ പുക ഉയർന്നു. അതുപോലെ തന്നെ ഒരു എഞ്ചിന്റെ, അതായത് റെയിൽവേയുടെ അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു റെയിൽവേ എഞ്ചിന്റെ ഭാഗത്തും തീ പടർന്നിട്ടുണ്ട്. അതെല്ലാം അഗ്നിരക്ഷാസേന അണച്ചുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. ഈ ബൈക്കിൽ നിന്ന് തീ പടർന്നത് വലിയൊരു തീപിടുത്തമായി മാറിയെന്നാണ് നിലവിൽ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് പ്രാഥമിക കാര്യങ്ങൾ എന്തായാലും ഈ തീ അണച്ചതിന് ശേഷം ഒരു അന്വേഷണം ഉണ്ടായിരിക്കും. എങ്ങനെയാണ് തീ പടർന്നത് എന്നുള്ളത് അതിനുശേഷം അറിയാൻ കഴിയും. എന്തായാലും ഈ വാഹനങ്ങൾ കത്തി നശിച്ചു. അതോടൊപ്പം തന്നെ ഈ തീ പടർന്ന സമയത്ത് ട്രെയിൻ ഗതാഗതം ചെറിയ രീതിയിൽ തടസ്സപ്പെട്ടിരുന്നു. ഇനി ഏതെങ്കിലും തരത്തിൽ പ്ലാറ്റ്ഫോമിലേക്കോ അല്ലെങ്കിൽ മറ്റ് റെയിൽവേ ട്രാക്കിലേക്കോ തീ പടരാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി 1-2 ട്രെയിനുകളുടെ ഗതാഗതം നിയന്ത്രിച്ചു. അതിനുശേഷം കോഴിക്കോടുക്കും മറ്റും പോകേണ്ട ട്രെയിനുകൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഭാഗങ്ങളിലുള്ള തീ ഇനിയും അണയ്ക്കാനുണ്ട്. അതിനുവേണ്ടി ഫയർഫോഴ്സിന്റെ 3 അഗ്നിരക്ഷാ സേനകളാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിൽ ഈ തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ തീ പടർന്ന സമയത്ത് അത് അണയ്ക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ്. ഒരു വലിയ പൊരിച്ചിട്ട് പോലെ ബൈക്കുകൾ നിന്ന് കത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനിടയിലാണ് അതൊരു വലിയ തീപിടുത്തമായത്. ആ ഷീറ്റ് ഉൾപ്പെടെ കത്തി, ആ ഷെഡ് ഉൾപ്പെടെ കത്തി നശിച്ച ഒരു സാഹചര്യം. എന്തായാലും ഫയർഫോഴ്സ് അവിടെ ഉണ്ട്, 3 യൂണിറ്റുകളുണ്ട്. അത് തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാരംഗ്, അത്യാവശ്യം നല്ല കപ്പാസിറ്റിയുള്ള പാർക്കിംഗ് ഏരിയയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലുള്ള ബൈക്ക് പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം നിരവധി വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടുണ്ടാകണം. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, വലിയ തീപിടുത്തമാണ്. വലിയ തരത്തിൽ വലിയ പുക, കറുത്ത കളറിലുള്ള പുക മൊത്തം പടരുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ ആളിപ്പടർന്നിട്ടുണ്ടാകണം. നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രാഥമിക കണക്ക് ഏത് രീതിയിലാണ്? അത്രയേറെ വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയ ആണ് ആ പാർക്കിംഗ് ഏരിയ. നാശനഷ്ടങ്ങൾ, നിരവധി ബൈക്കുകൾ കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുപോലെ തന്നെ ആ ബൈക്കുകൾ പാർക്ക് ചെയ്യാൻ നിർമ്മിച്ചിരുന്ന ഷെഡ് പൂർണ്ണമായിട്ടും കത്തി നശിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മറ്റ് നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും നിരവധി ആളുകൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന, ബൈക്കുകൾ പാർക്ക് ചെയ്യുന്ന ഒരു ഇടമാണ്. ഏതാണ്ട് 600ഓളം ബൈക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ബൈക്കുകളിൽ അതായത് പകുതിയോളം ബൈക്കുകളിൽ തീ പടർന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി പടരുന്ന തീയെ ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തി അണയ്ക്കുന്നുണ്ട്. കൃത്യം സമയത്ത് അവിടെ ഈ വാച്ചർ ഉൾപ്പെടെ ഉള്ള ഒരു സ്റ്റേഷനാണ്, അല്ലെങ്കിൽ ഈ ഇടമാണ്. അതായത് വാഹനം പാർക്ക് ചെയ്യുന്നിടത്ത് പോലും വാച്ചർമാരുണ്ട്, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ഇവരൊന്നും ഈ തീ പടരുന്ന സാഹചര്യം കണ്ടെത്തുമ്പോഴേക്കും ഇത് അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള നടപടികൾ പോലും
എടുക്കാനുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് ഷെഡിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. അതായത് ഈ സമയത്ത് തീ ഏതെങ്കിലും വിധേന അണയ്ക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ ഒരു നാശനഷ്ടത്തിലേക്ക് പോകില്ലായിരുന്നു, അല്ലെങ്കിൽ അത് ഇത്രയും വലിയ ഒരു തീപിടുത്തത്തിലേക്ക് പോകില്ലായിരുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ അധികൃതരടക്കം എത്തുന്നതിന് നേരം വൈകി. അതോടൊപ്പം തന്നെ ഇത് അണയ്ക്കാനും പെട്ടെന്ന് സാധിച്ചില്ല. പിന്നീടാണ് ഇതൊരു വലിയ തീപിടുത്തമായി മാറിയത്. അപ്പോൾ തന്നെ ഒട്ടും നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യമായ ആ സാഹചര്യത്തിലാണ് ഫയർഫോഴ്സ് എത്തി എന്തായാലും ഈ നടപടികൾ ആരംഭിച്ചതും അതുപോലെ തന്നെ ഭാഗികമായിട്ടാണെങ്കിലും ഈ തീപിടുത്തം അണച്ചിട്ടുള്ളത്. എന്തായാലും ഈ ബൈക്കുകൾക്കടക്കം തീപിടിച്ചു. അത് ഇവർ ഈ അകത്തേക്ക് ഷെഡിനകത്തേക്ക് അഗ്നിരക്ഷാസേനകൾ ഷെഡിനകത്തേക്ക് എത്തി തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തുന്നുണ്ട്. അതേസമയം ചെറിയ ഭാഗങ്ങളിൽ നിന്നും തീ ഉയരുന്നുമുണ്ട്. എന്തായാലും ഫയർഫോഴ്സിന്റെ 3 യൂണിറ്റുകൾ എത്തി കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. മറ്റ് ആളപായങ്ങളോ ഒന്നുമില്ല. ഇനി വാഹനങ്ങൾക്കും ട്രെയിൻ ഗതാഗതത്തിനും തടസ്സം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി സാരംഗ.